ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മഴതോരും മുമ്പിടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ചങ്കുപൊട്ടിയ അവസ്ഥയിൽ നിൽക്കുക. ആ സമയത്താണ് മനു വിളിക്കുന്നത്. അങ്ങളെ എന്തായി അങ്ങളെ കാര്യങ്ങളെല്ലാം, അലീനയെ കൊണ്ടേ ആക്കിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അലീനയെ കൊണ്ടേ ആക്കി മനു, നീ ഇതെവിടെയാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ അങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. അവിടെയോ? അതെന്താ അങ്ങോട്ട് വന്നത്? ഞാൻ ആൻറ്റിയെ കൊണ്ട് നാക്കാൻ വേണ്ടി വന്നത്. ആൻറ്റിയോ? ഏതാ ആൻറ്റി എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ വൈജ ആൻറ്റിയെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണെന്നേ. ഓഹോ, അത് ശരി. അപ്പോൾ വൈജ തിരിച്ചു വന്നു അല്ലേ? വന്നു അങ്കളെ. പക്ഷേ ഇവിടെ ഭയങ്കര സന്തോഷത്തിൽ ആർമാദിക്കുകയാണ് ആള്. അലീന ഇവിടെ നിന്ന് പോയല്ലോ, അതിൻ്റെതായ സന്തോഷം. റൂം നോക്കുന്നു, അടിച്ചു പിറക്കുന്നു, എന്തൊക്കെയുണ്ട്, എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന രീതിയിലാ വീട് മുഴുവനും ചുറ്റിക്കറങ്ങി. എന്നിട്ടും അലീനയെ കുറ്റപ്പെടുത്തൽ വൈജാൻറ്റിക്ക് ഇതുവരെ നിന്നിട്ടില്ല അങ്കളെ. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അവൾക്കിട്ടുള്ള പണി ഇനി വരാൻ പോകുന്നതല്ലേ മനു ഉള്ളൂ. പക്ഷേ അവൾക്ക് ശരിക്കും ഞാൻ കൊടുക്കുന്നുണ്ട്. അലീനയെ പറഞ്ഞു വിട്ടതിൻ്റെ എല്ലാ ഭവിഷ്യത്തുകളും അവൾ അനുഭവിക്കുക തന്നെ ചെയ്യും മനു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ഇരിക്കട്ടെ അങ്ങളെ. എന്നിട്ട് അലീനയ്ക്ക് ആ വീടും സ്ഥലവും ആൾക്കാരെയൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ്. അതിനതൊരു ബംഗ്ലാവാണല്ലോ, അതിൻ്റെ ഉള്ളിൽ കുറച്ച് പണിക്കാരും കുറേ പട്ടികളും ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ അലീനയും. പിന്നെ ഒരു സമാധാനം, അലീനയുടെ സ്വന്തം അച്ഛനാണല്ലോ, ആ ഒരു സമാധാനം ഉണ്ട് എന്ന് പറയാം. അല്ല, അലീന അവരായിട്ടൊക്കെ ഒത്തുപോയോ? അവള് ഒത്തുപോകുമല്ലോ മനു. അവൾക്ക് ഒത്തുപോകാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. ഏത് സാഹചര്യത്തോടും മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ് അലീന. അപ്പോൾ അലീനയ്ക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അല്ല, അപ്പോൾ അങ്ങേർക്ക് ഈ ഭാര്യയും കുട്ടികളൊന്നുമില്ലേ? ഞങ്ങളതിനെക്കുറിച്ച് ചോദിച്ചായിരുന്നു. പക്ഷേ ഭാര്യയും മക്കളൊക്കെ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇത് തോട്ടം നോക്കാൻ വേണ്ടി ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ് എന്ന് മാത്രം പറയാം. കുടുംബമൊക്കെ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. അധികം താമസിയാതെ കുടുംബത്തിനെയും പരിചയപ്പെടുത്തി തരുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ സ്റ്റാലിൻ നമ്മൾ വിചാരിച്ച പോലെ നാളൊന്നും അല്ല, ഒന്നും മറച്ചു വയ്ക്കാത്തൊരു പ്രകൃതം. എല്ലാവരുടെ മുന്നിൽ വെട്ടിത്തുറന്ന് പറഞ്ഞു ഇതെൻ്റെ മകളാണെന്ന് ഒക്കെ. ഇത് കഴിഞ്ഞപ്പോഴേക്കേ അങ്ങനെ പറഞ്ഞു അങ്ങളെ ഞാൻ ചോദിക്കണം. പിന്നെ അല്ലാതെ അയാൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കേ ശരിക്കും അതിശയപ്പെട്ടു പോയി. പക്ഷേ അലീനയെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് ആക്കി വന്നു കഴിഞ്ഞപ്പോഴേക്കും മനു, എൻ്റെ ഊന്നുവടി നഷ്ടപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അവിടെ എൻ്റെ ശരിക്കും ഒരു ഊന്നുവടിയായിരുന്നു. ഇനി ആ കുടുംബത്തിൽ ഞാൻ എങ്ങനെ കയറി ചെല്ലും, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പോൾ അതെ വൈജയം കൂടി കയറി വന്നേക്കണല്ലേ, എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല മനു എന്നൊക്കെ പറയണം. അതൊക്കെ ഉണ്ടാവും അങ്കളെ. അധികം താമസിയാതെ ആ പച്ച പരമാർത്ഥം വെളിപ്പെടുത്തണം, അല്ലാതെ വേറൊരു വഴിയില്ല അങ്കളെ എന്നൊക്കെ മനു പറയുക. അപ്പോൾ മനു പറഞ്ഞപ്പോഴേക്കും അതധികം താമസിയാതെ നടക്കും. അവൾ ഒരുപാട് കിടന്ന് അഹങ്കരിക്കല്ലേ, ഈ അഹങ്കാരം എവിടത്തോളം പോകുമെന്നൊക്കെ എനിക്കും കണ്ടറിഞ്ഞേ മതിയാവുള്ളല്ലോ എന്നൊക്കെ അവിടെ പറയാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴും നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ യാത്ര തുടരുകയും ചെയ്യുകയാണ്. ഇതേ സമയം തന്നെ വൈജയാണെങ്കിൽ ഓരോന്നും അരിച്ചു പിറക്കുകയാണ്. കാരണം അലീന ഇവിടെ നിന്ന് വല്ല അടിച്ചു മാറ്റിയിട്ട് പോയിട്ടുണ്ടോ, ഇനി അവൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെയാണ് പരക്കമാഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇതൊക്കെ ഇപ്പോൾ കണ്ട ഭവിതയും കൃഷ്ണമളൊക്കെ ചോദിക്കണം, അമ്മ എന്തൊക്കെയാണെന്ന് കാണിക്കുന്നത്? വന്നപ്പം മുതൽ ശ്രദ്ധിക്കുകയാണല്ലോ, അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, ചെക്ക് ചെയ്യുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. വല്ലാത്തൊരു രീതിയാണല്ലോ അമ്മയ്ക്ക്. രീതിയാണ്. ചില കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കണ്ടെത്തിയാലേ മതിയാവുള്ളൂ. ഇവിടെ നിന്ന് എന്തൊക്കെ പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിയണമല്ലോ. അവളിവിടെ നിന്ന് കയ്യും വീശി ഏതായാലും പോകില്ലെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അവൾക്ക് വേണ്ടി എന്തോരോ ചിലവാക്കിയാണെന്ന് എനിക്ക് മനസ്സിലാക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജി ആണെങ്കിൽ ആ ഒരു ലാപ്ടോപ്പ് നോക്കുക, അതിൽ കുറേ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും വൈജി ആ ഒരു സത്യം മനസ്സിലാക്കുക. അത് കണ്ട ഉടനെ തന്നെ വൈജി ഞെട്ടിപ്പോവാണ്. ദൈവമേ, എന്താണ് സംഭവിച്ചത് എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ആ ലാപ്ടോപ്പുമായിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ നമ്മുടെ മനു ഉണ്ടായിരുന്നു. അപ്പോൾ മനു ഇവരോട് ചോദിക്കുന്നത് എന്താ പറ്റിയത്? ആർക്കറിയാം, കുറേ നേരമായി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആകെ വെപ്രാളം കൊണ്ടൊരു അവസ്ഥയിലാണ്. ആർക്കറിയാം ഇതെന്തേ കാണിച്ചു കൂട്ടുന്നതെന്ന്. ആൻറ്റി എന്ത് പറ്റി ആൻറ്റി എന്ന് ചോദിക്കണം. പറ്റിയതൊക്കെ ഞാൻ പറയാം. ഇത് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് കൊണ്ട് ചില കള്ളത്തരങ്ങളെല്ലാം മനസ്സിലാക്കിയില്ലേ. എന്ത് കള്ളത്തരങ്ങൾ മനസ്സിലാക്കിയെന്ന്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവൾക്ക് 15 ലക്ഷം രൂപയുടെ സ്വർണവും അതേപോലെ തന്നെ 17,000 രൂപയുടെ സാരിയും എടുത്തു കൊടുക്കാൻ എന്ത് യോഗ്യതയാണ് അവൾക്കുള്ളത്? എന്തിനു വേണ്ടി ഇത്രയും പൈസ അവൾക്ക് ചിലവാക്കി? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബബിതയ്ക്ക് അരിശ്യം വരികയാണ്. അമ്മ അനാവശ്യം പറയാൻ നിൽക്കരുത്. ഇവിടെ അലീന ചേച്ചി ഇവിടെ നിന്നൊന്നും ഒന്നും എടുത്തുകൊണ്ട് പോയിട്ടൊന്നുമില്ല. അത് വേണ്ട എന്ന് പറഞ്ഞിട്ടും ഞങ്ങളാണ് ആ സാരിയും ആഭരണങ്ങളെല്ലാം അലീന ചേച്ചിയെ ഉടുപ്പിച്ചും ധരിപ്പിച്ചും ഒക്കെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. അല്ലാതെ
അലീന ചേച്ചി ആവശ്യപ്പെട്ടത് കൊണ്ടല്ല. എന്തിനു വേണ്ടി? ഒരു വീട്ടുജോലിക്കാരിക്ക് കൊടുക്കാവുന്ന കാര്യങ്ങളാണോ നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്നത്? അതും ബാലചന്ദ്രന് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം ചെയ്തതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ബാലചന്ദ്രൻ്റെ ആരാണ് അലീന? ഇവിടെ ജോലിക്ക് വന്നവളാണല്ലോ. ഇങ്ങനെ ഏതെങ്കിലും വീട്ടിൽ കണ്ടിട്ടുണ്ടോ? ജോലിക്ക് വന്ന ഒരു പെണ്ണിന് അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ നേരത്ത് ഇത്ര ലക്ഷം രൂപയുടെ സ്വർണവും ഇത്ര 1000 രൂപയുടെ സാരിയും ഒക്കെ കൊടുത്തു വിടുന്ന പതിവൊന്നും ഞാൻ കണ്ടില്ല. നക്കാപ്പിച്ച് എന്തെങ്കിലും ശമ്പളമോ അല്ലെങ്കിൽ ശമ്പളത്തിൻ്റെ കുറച്ച് കമ്മീഷനൊക്കെ കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞു വിടും. ഇത്രയേ എല്ലായിടത്തും പതിവുള്ളൂ. പക്ഷേ നിങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നത് വളരെ മോശമായ കാര്യമാണ്. എനിക്കൊരു കാര്യം അറിഞ്ഞേ മതിയാവുള്ളൂ. അമ്മയ്ക്കിപ്പോൾ എന്താ അറിയേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ചോദിച്ചപ്പോഴേക്കും എനിക്കറിയണം ബാലേന്ദ്രനും അലീനും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്. ഈ 15 ലക്ഷം രൂപയുടെ സ്വർണവും 17,000 രൂപയുടെ സാരിയൊക്കെ കൊടുത്തു വിടാൻ അങ്ങനെയുള്ളൊരു ബന്ധം ഉണ്ടായിട്ട് വേണമല്ലോ അവൾക്ക് അതൊക്കെ കൊടുത്തു വിടാനായിട്ട്. സത്യം പറഞ്ഞോളാം. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴും കൃഷ്ണപിള്ള നമുക്ക് നാണമില്ലേ? നമുക്കൊന്ന് നിർത്താനായില്ലേ? ഇത്രയൊക്കെ സംഭവിച്ചു. എന്നിട്ട് അലീന ചേച്ചി ഇവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. എന്നിട്ട് പോലും അമ്മയ്ക്ക് മനസമാധാനം കിട്ടിയിട്ടില്ലല്ലേ? ഇല്ലടി, മനസമാധാനം കിട്ടിയിട്ടില്ല. അങ്ങനെ ഇവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണവും വസ്ത്രമൊക്കെ എല്ലാം അവൾക്ക് വേണ്ടി ചിലവാക്കാനായിട്ടേ എനിക്കിച്ചിരി പൊളിക്കും. അതിന് അമ്മയുടെ സ്വർണ്ണമാണോ കൊടുത്തത്? അല്ലെങ്കിൽ അമ്മയുടെ സാരിയാണോ കൊടുത്തത്? അല്ലല്ലോ. ഇതെല്ലാം അച്ഛൻ്റെ ഇഷ്ടമായിരുന്നു. അച്ഛനാണ് കൊടുത്തത്. അതിൻ്റെ കാര്യത്തിലൊന്നും അമ്മ തലയിടേണ്ട ആവശ്യമില്ല. തലയിടും ഞാൻ. എൻ്റെ ഭർത്താവാണ് ബാലചന്ദ്രൻ. എന്താ ഞങ്ങൾ പിരിഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടുമില്ല. അപ്പം ഇതെനിക്കറിഞ്ഞാൽ മതിയാവുള്ളൂ. മനു, നീ ഒരു കാര്യം ആലോചിക്കണം. ഈ ബാലേന്ദ്രനും അലീനയും തമ്മിൽ എന്താ ബന്ധമെന്ന് എനിക്കറിഞ്ഞാൽ മതിയാവുള്ളൂ. ഇത് കേട്ടപ്പോഴേക്കും മനുവിന് കലി വരിക. മനു ആണെങ്കിൽ ആൻറ്റി കുറച്ചും കൂടി മാന്യമായിട്ട് പെരുമാറണം. എനിക്ക് ഇത്രയും മാന്യതയൊക്കെ അറിയുള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കാര്യങ്ങൾ കാണാതാവുമ്പോൾ ഞാൻ അത് ചോദിക്കേണ്ട കടമ എനിക്കുണ്ട്. അതെനിക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ എന്ന് ചോദിക്കുകയാണ്. ആൻറ്റി അന്വേഷിക്കേ. ബാലേന്ദ്രൻ അങ്കിൾ വരാൻ നേരത്തെ ആൻറ്റി ചോദിക്കേ. അപ്പം ആൻറ്റിക്ക് ശരിക്ക് കിട്ടിക്കോളും, കണക്കിന് കിട്ടിക്കോളും. പിന്നെ ആ പഴയകാല ചരിത്രവും കൂടി അങ്ങോട്ട് വെളിപ്പെടുത്തേണ്ടി വരും. ആൻറ്റി നിന്ന് ഒരുങ്ങും ബാലേന്ദ്രൻ അങ്ങോട്ട് മുന്നിൽ കിടന്ന്. അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ആൻറ്റി ചുമ്മാ പ്രശ്നങ്ങൾ വരുത്തി വെക്കാനായിട്ട് നോക്കണ്ട കേട്ടോ ആൻറ്റി എന്നൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വൈജാകെ സ്തംഭിച്ചിങ്ങ് നിൽക്കുക. അതെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക. അപ്പോഴും കൃഷ്ണമോളും ബബിതയും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുമുണ്ട്. അപ്പോൾ അമ്മക്ക് മതിയായില്ലല്ലേ അമ്മ എന്തിനും തിരിച്ചു വന്നത്? ഇതിനൊക്കെ നല്ലത് അമ്മ തിരിച്ച് വരണ്ടായിരുന്നു. അലീന ചേച്ചി പോയി അമ്മ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ കുടുംബത്തിൽ ശാന്തി സമാധാനമൊക്കെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഇത് അതിനേക്കാളും വലിയൊരു പ്രശ്നമായി തീർന്നിരിക്കുകയാണല്ലോ. അമ്മ ഇത്രയും വളരെ മോശമായ സ്ത്രീയായിരുന്നു എന്നൊക്കെ ചോദിക്കണം. നീ മിണ്ടാതെ പൊയ്ക്കോളാം ബബിതേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഓടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ മനു വരികയാണ്. മനു വന്നിട്ട് പറയുകയാണ്, ആൻറ്റി അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ ആൻറ്റിക്ക് കൊള്ളാം. പക്ഷേ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആൻറ്റിയോട് ചില സത്യങ്ങളെല്ലാം വെളിപ്പെടുത്താതെ ആൻറ്റിക്ക് പോകാനായിട്ട് കഴിയില്ല. ആൻറ്റി നിന്ന് ഉരുകാൻ പോകുന്നതേ ഉള്ളൂ. ബാലചന്ദ്രനങ്ങളെ എന്താ വിചാരിച്ചത്? ആൻറ്റിയുടെ മുന്നിൽ അടിയറവ് പറഞ്ഞു നിൽക്കുകയാണെന്നോ? ഒരിക്കലുമില്ല. പല സത്യങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അങ്കിൾ ഇങ്ങോട്ട് വരുന്നത്. അത് അങ്കിളുടെ നാവിൽ നിന്ന് തന്നെ ആൻറ്റിക്ക് കേൾക്കാം എന്ന് പറഞ്ഞിട്ട് മനു ഒറ്റ പോക്ക്. അപ്പോൾ നമ്മുടെ വൈജയ്ക്ക് മനസ്സിലായി ഇവൻ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്ന്. ഇനിയിപ്പോൾ അലീന പറഞ്ഞതുപോലെ തന്നെ ഇനി ബാലേന്ദ്രനോട് വല്ല സത്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു പേടിയും ഇവർക്ക് ശരിക്കാകെ പേടിച്ച് പറിച്ച് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുക നമ്മുടെ അലീന. അപ്പോൾ അലീനയാണെങ്കിൽ പതിയെ ആ ഒരു വീടോടും ആൾക്കാരോടൊക്കെ ഇങ്ങനെ പൊരുത്തപ്പെട്ട് പോവുകയാണ്. അപ്പോൾ അനിലെ ഡ്രസ്സൊക്കെ മാറി ഒരു സാധാരണ രീതിയിലൊരു ചുരിദാറൊക്കെ ഇട്ട് നേരെ അടുക്കളയിലേക്ക് കയറുകയാണ്. അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മോൾക്കൊരു ജോലിയില്ല മോളിവിടെ ചുമ്മാ ഇരുന്നാൽ മാത്രം മതി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും എല്ലാ ജോലിയും തീർന്നു വെച്ചിരിക്കുക. അപ്പോൾ ശരി തൻ്റെ അച്ഛനെ ഒന്ന് കാണാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് റൂം പെട്ടെന്ന് ഇങ്ങനെ തുറന്ന് ഓരോരോ റൂമുകൾ നോക്കുകയാണ്. അങ്ങനെ ഒരു റൂമിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ അവിടെ ഇരുന്ന് മദ്യപിക്കുക. ഇത് കണ്ട് അലീന ഞെട്ടിപ്പോവുക. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്റ്റാലിനും ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ആ മദ്യ ഗ്ലാസ് പതിയെ ഒന്ന് വെക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി അവിടെ നിന്ന് ചാടി എണീക്കുകയാണ്. അപ്പോൾ നമ്മുടെ അലീന പേടിച്ചു പോയി. ഇനി ദൈവമേ താൻ റൂമിലേക്ക് കയറി വന്നതിന് വല്ല പിണങ്ങോ വഴക്ക് പറയോ എന്നൊക്കെ പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അലീന അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന അവിടെ നിന്നേ അലീന എന്ന് പറയുകയാണ്. അതെ അലീനയ്ക്ക് ഇവിടെ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. അലീനയ്ക്ക് ഏത് റൂമിലും കയറാം, എവിടെ വേണമെങ്കിലും അനുവാദമില്ലാതെ കയറി വരാം. അതൊന്നും പ്രശ്നമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ കുടിക്കുന്നത്? പക്ഷേ നമ്മുടെ അലീന അച്ഛാന്ന് വിളിക്കാൻ തുടങ്ങിയില്ല. ആ ഒരു രംഗം ഇനി കാണാനായിട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെൻ്റെ ഒരു ശീലമാണ്. അങ്ങനെ ശീലം
വെച്ചാൽ കൊള്ളൂലല്ലോ, ഇതൊക്കെ അവസാനിപ്പിക്കണ്ടേ ഈ ശീലം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട് സ്റ്റാലിനി ഒന്നാകടെ ഞെട്ടി പോവുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ അലീന സ്റ്റാലിനെ തന്നെ ശരിക്കും അങ്ങോട്ട് മാറ്റിയെടുക്കും. ഇനി സ്റ്റാലിനുടെ ഭാര്യയും മക്കളൊക്കെ വരുമോ? വൈജക്കിട്ട് ഇനി പാണി കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. വൈജയുടെ അഹങ്കാരം തീർക്കാനായിട്ട് ഇനി അധികം കാലതാമസമില്ല, ഉടനെ തന്നെ അത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡും തീർച്ചയായിട്ടും കാണണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.